പനീർ ചട്പട്ട ഉണ്ടാക്കാം. അതിന് ക്യാപ്സിക്കം ചതുരത്തിലരിഞ്ഞത്, ക്യാപ്സിക്കം ചെറിയ പീസായത്, സബോള ചെറിയ പീസായി അരിഞ്ഞത്, സബോള ചതുരത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ പനീർ, ടൊമാറ്റോ അരച്ചത്, പിന്നെ കട്ട തൈര്, പുളി കുറഞ്ഞ കട്ട തൈര്. ഇനി നമുക്ക് പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് 2 കിലോ. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇതിൽ നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ 2 പാക്കറ്റ് പാലുകൊണ്ട് ഉണ്ടാക്കിയ പനീറാണ്. അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റായിട്ട്, നല്ലോണം അല്ല. ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഈ സൈഡിൽ സബോള ഒന്ന് വാട്ടിയെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് രണ്ടും ഇപ്പുറത്ത് കിടന്നിട്ട് പാടി വരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക്, സബോളയും ക്യാപ്സിക്കും ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളി അരച്ചത് നമ്മൾ ചേർത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് 2 ടീസ്പൂൺ കട്ട തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈര് 2 ടീസ്പൂൺ ചേർത്തു. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു. പിന്നെ ഇത്തിരി കസ്തൂരി മേത്തി ചേർത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാതും മിക്സ് ചെയ്തു. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ചെറുതായി ഫ്രൈ ചെയ്ത് വെച്ച പനീറും സബോള ചതുരത്തിലരിഞ്ഞതും ക്യാപ്സിക്കം ചതുരത്തിലരിഞ്ഞതും നമുക്കതിൽ ചേർക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളെ നോർത്ത് ഇന്ത്യൻ ഡിഷായ പനീർ ചട്പട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് സിമ്മിലിടാം. എന്നിട്ട് നമുക്കതെടുക്കാം. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡിഷായ പനീർ ചട്പട റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നതാണ്. ഇത് ഷെഫ് പിള്ളയുടെ ഡിഷാണ്. നോർത്ത് ഇന്ത്യയിൽ ഫേമസായ ഒരു ഡിഷാണ് പനീർ ചട്പട്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇനി ബൗളിലേക്ക് മാറ്റാം. പനീർ ചട്പട്ട ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്.